കുഞ്ഞു കൂട്ടിൽ സ്വൈര്യമായി താമസിക്കുകയായിരുന്നു മാലുവണ്ണാനും കുടുംബവും. മാവിൽ ധാരാളം പഴങ്ങളുള്ളത് കൊണ്ട് ആഹാരത്തിനായി അവർക്ക് ദൂരത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. ഒരു ദിവസം മനത്തൂടി പറന്ന് പോകുകയായിരുന്ന പുന്നാരിത്തത്ത നല്ല ചുവന്ന് തുടുത്ത മണികളുള്ള തേന്മാവ് കണ്ട് പറന്നിറങ്ങി. നല്ല സ്വാദുള്ള മാമ്പഴം കഴിച്ച പുന്നാരിത്തത്ത മാലുവണ്ണാനോട് ചോദിച്ചു, അണ്ണാരക്കണ്ണ അണ്ണാരക്കണ്ണ, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഈ തേന്മാവിൽ കൂടുകൂട്ടി താമസിച്ചോട്ടെ? ഇങ്ങനെയാണെങ്കിൽ ധാരാളം മാമ്പഴവും കഴിക്കാമല്ലോ. തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരു കൂട്ടാകുമെന്ന് കരുതി മാലുവണ്ണൻ സമ്മതിച്ചു. അന്ന് മുതൽ പുന്നാരിത്തത്തയും കുഞ്ഞുങ്ങളും തേന്മാവിൽ കൂടുകൂട്ടി താമസമാക്കി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പുന്നാരിത്തത്തയുടെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി. അവൾ തരം കിട്ടുമ്പോഴേക്ക് മാലുവണ്ണനും കുഞ്ഞുങ്ങളെയും കൊത്തിയടിക്കുമായിരുന്നു. പക്ഷേ മാലുവണ്ണൻ വഴക്കിനൊന്നും നിന്നില്ല. പുന്നാരിത്തത്തയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ മാലുവണ്ണനും കുഞ്ഞുങ്ങളും കുന്നിച്ചേരിലുള്ള മറ്റൊരു മരത്തിൽ താമസം മാറി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വലിയ മഴക്കാലം വന്നു. ഒപ്പം കാറ്റും ഇടിയും മിന്നലും എല്ലാമായി. ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ നിറയെ മാങ്ങകളുമായി നിന്ന മാവിൻ കൊമ്പ് ഒടിഞ്ഞ് താഴെ വീണു. ഒപ്പം പുന്നാരിത്തത്തയുടെ കൂടും. മരക്കൊമ്പുകൾക്കിടയിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട പുന്നാരിത്തത്തയും കുഞ്ഞുങ്ങളും മഴയിൽ നനഞ്ഞ് കുതിർന്ന് വിറയ്ക്കാൻ തുടങ്ങി. പുന്നാരിത്തത്ത കുഞ്ഞുങ്ങളെയും കൂട്ടി തൊട്ടടുത്ത മരത്തിൽ താമസിക്കുന്ന മൈനാപ്പെണ്ണിന്റെ അടുത്ത് ചോദിച്ചു, മൈനാപ്പെണ്ണെ മൈനാപ്പെണ്ണെ, കാറ്റിൽ ഞങ്ങളുടെ കൂട് വീണ് പോയി. മഴ തീരുന്നത് വരെ ഞങ്ങൾ ഈ കൂടി നിന്റെ കൂട്ടിലിരുത്താമോ? പുന്നാരിത്തത്തയുടെ സ്വഭാവം അറിയാവുന്ന മൈനാപ്പെണ്ണ് കഥ കടച്ചു. പുന്നാരിത്തത്ത കുഞ്ഞുങ്ങളെയും കൂട്ടി മഞ്ഞക്കിളിയുടെ അടുത്ത് മഞ്ഞക്കിളിയുടെ കൂടെ മുന്നിലെത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഞ്ഞക്കിളിയെ മഞ്ഞക്കിളിയെ, കാറ്റിൽ ഞങ്ങളുടെ കൂട് വീണ് പോയി. മഴ തീരുന്നത് വരെ ഞങ്ങൾ ഈ കൂടി നിന്റെ കൂട്ടിലിരുത്താമോ? മഞ്ഞക്കിളി പുന്നാരിത്തത്തെ ഓടിച്ചു വിട്ടു. കേരളത്തിടപ്പോൾ ഒരു സ്ഥലം ചോദിച്ചു പുന്നാരിത്തത്ത കൂടായി കൂടെല്ലാം ഇറങ്ങി. പക്ഷെ ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം അവൾ മാലുവണ്ണന്റെ കൂട്ടിന് മുന്നിലെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാലുവണ്ണനെ മാലുവണ്ണനെ, നീ കൂടി ഞങ്ങളെ കൈവിടല്ലേ? കാറ്റ് ഞങ്ങളുടെ കൂടെ വീണ് പോയി. മഴ തീരുന്നത് വരെ ഞങ്ങൾ ഈ കൂടി നിന്റെ കൂട്ടിലിരുത്താമോ? മഴയിൽ നനഞ്ഞ് കുതിർന്ന് വിറച്ചു നിൽക്കുന്ന പുന്നാരിത്തത്തയും കുഞ്ഞുങ്ങളെയും കണ്ട് മാലുവണ്ണൻ അലിവ് തോന്നി. കഴിഞ്ഞതെല്ലാം മറന്ന് മാലു അവരെ കൂടിനുള്ളിലേക്ക് ക്ഷണിച്ചു. തന്റെ കൊച്ചു കുട്ടിൽ പുന്നാരിത്തത്തയ്ക്കും കുടുംബത്തിനും വേണ്ട സൗകര്യങ്ങളെല്ലാം മാലുവണ്ണൻ ഒരുക്കി കൊടുത്തു. തന്റെ തെറ്റുകളെല്ലാം മറന്ന് ആപത്തിൽ സഹായിച്ച മാലുവണ്ണനോട് പുന്നാരിത്തത്ത മാപ്പ് പറഞ്ഞു. പിന്നീടുള്ള കാലം പുന്നാരിത്തത്ത നല്ലവളായി ജീവിച്ചു. പ്രിയ കൂട്ടുകാരെ, മാലുവണ്ണനെ പോലെ ആപത്തിൽ ശത്രുത്വമറിഞ്ഞ് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. നമുക്കും നല്ല കൂട്ടുകാരാകാം. ഒപ്പം വഴക്കുണ്ടാക്കി നല്ല കൂട്ടുകാരെ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥയുടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.